മഹാത്മാഗാന്ധി സർവകലാശാലയിൽ കടുത്ത സാമ്പത്തിക അനാസ്ഥ എന്ന ആരോപണവുമായി ജീവനക്കാർ. സർവകലാശാല ഫണ്ട് മുഴുവൻ ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റിയ നടപടി സാമ്പത്തിക പ്രതിസന്ധികൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുകയും ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുകയുമാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾ കോട്ടയത്തെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. സർവകലാശാലയുടെ ഫണ്ട് മുഴുവൻ ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിനുശേഷം പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ സർവകലാശാലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ലഭിച്ചിരുന്ന ശമ്പളം മാസങ്ങളായി വൈകിയാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. DA കുടിശ്ശിക, ലീവ് സറണ്ടർ തുടങ്ങിയ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. സർക്കാർ ജീവനക്കാരോട് എന്നും ചിറ്റമ്മ നയം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം DA കുടിശ്ശിക 23% ഉണ്ടായിരുന്നു. അത് ഇലക്ഷൻ വന്നപ്പോൾ ഒരു 2% തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതിൻ്റെ കുടിശ്ശിക അവിടെ നിൽക്കുന്നു. ഞങ്ങൾക്ക് ലീവ് സറണ്ടർ ഉണ്ടായിരുന്നു, അതില്ല. പിന്നെ ഈ DA അരിയർ ഉണ്ടായിരുന്നു, ശമ്പള കമ്മീഷൻ, 14 ശമ്പള കമ്മീഷൻ മുതലുള്ള ഇതൊന്നും നടപ്പിലാകുന്ന ജീവനക്കാരെ അങ്ങനെ സാമ്പത്തിക ഗതികേടിലേക്ക് പോകുന്നു. സർവകലാശാലയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റ് വിഹിതത്തിലും വലിയ കുറവാണ് ഉണ്ടായത്. NAC A++ ഗ്രേഡ് ലഭിച്ച സർവകലാശാലയ്ക്ക് 800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ട്. എന്നാൽ വികസന പ്രവർത്തനങ്ങളിൽ പുരോഗതിയില്ലെന്നും ജീവനക്കാർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ വർഷം സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം നിലച്ച മട്ടാണ്. $500 സർട്ടിഫിക്കറ്റുകളുള്ള കെട്ടിൽ നിന്നാണ് 54 സർട്ടിഫിക്കറ്റുകൾ കാണാതായത്. 2 സർട്ടിഫിക്കറ്റുകൾ പിന്നീട് മടങ്ങിയ രീതിയിൽ സമീപത്തു നിന്ന് കണ്ടുകിട്ടിയിരുന്നു. ബാക്കി 52 സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോടതിയിലും സമരത്തിലൂടെയൊക്കെ തിരിച്ചവരെ പ്രവേശിപ്പിക്കുകയുണ്ട്. പക്ഷേ ഇതുവരെയും FIR-നപ്പുറം ഈ കേസ് അന്വേഷണം പോയിട്ടില്ല. അതേമാതിരി ഡിഗ്രി ഫോർമാറ്റ് 54 നഷ്ടപ്പെട്ട് അതിൻ്റെ ഇവിടുത്തെ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഈ 54 സീരിയൽ നമ്പർ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഈ 54 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ 54 ഡിഗ്രിക്കാരെ ഏതെങ്കിലും മാഫിയകൾ അന്ന് ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഒക്കെ പറഞ്ഞ് ഇതുപോലെ മാഫിയകളായിരിക്കും എന്ന് പറഞ്ഞു. മാഫിയകളാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണ്ടേ? ഇതുവരെയും അന്വേഷണം നടന്നിട്ടില്ല. അതിൻ്റെ അന്വേഷണം FIR-നപ്പുറം ഒന്നും പോയിട്ടില്ല. സർട്ടിഫിക്കറ്റുകൾ കാണാതായ സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ തുടരന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം. അക്കാദമിക് തലങ്ങളിൽ വലിയ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ മികച്ച സർവകലാശാലകളിലൊന്നാണ് മഹാത്മാഗാന്ധി സർവകലാശാല. പക്ഷേ മുമ്പെങ്ങും നേരിട്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രശ്നങ്ങളും കെടുകാര്യസ്ഥതയും സർവകലാശാല ഇപ്പോൾ നേരിടുകയാണെന്ന് ജീവനക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.